ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ സിവിക്കിന് അണ്ടർ ബോഡി കോട്ടിങ് കഴിഞ്ഞു. അതെ, സിവിക് അപ്ഡേഷൻ പാർട്ട് 5. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വണ്ടി ലിഫ്റ്റിൽ കയറ്റി നമ്മൾ പൊക്കുകയാണ് വണ്ടിയുടെ അണ്ടർ ബോഡി വാഷ് ചെയ്യാനായി. ലിഫ്റ്റ് ചെയ്ത് പൊക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളും നമുക്ക് കാണാനായി സാധിച്ചു. മാത്രവുമല്ല, അണ്ടർ ബോഡി കോട്ടോ കാര്യങ്ങളോ ഇല്ലാതെയാണ് നമ്മുടെ വാഹനം കിടക്കുന്നത്. ഡീറ്റെയിൽ ആയി നമ്മുടെ വാഹനം ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഒരു റാറ്റ് ബൈറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ നമ്മുടെ സിവിക്കിൻ്റെ അണ്ടർ ബോഡി നല്ലോണം വാഷ് ചെയ്ത് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് അപ്ലൈ ചെയ്യാനായി നമ്മുടെ വാഹനം കയറ്റുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ MRFൻ്റെ ഗ്ലോസി ബ്ലാക്ക് അണ്ടർ ബോഡി കോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ തിന്നറും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഹാർഡനർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. ഏകദേശം 2 ലിറ്ററാണ് നമ്മുടെ സിവിക്കിന് വേണ്ടി നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ എടുത്തിരിക്കുന്ന പെയിൻറ്റിലേക്ക് നമ്മൾ ഹാർഡനർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കവറിങ് കിട്ടുന്ന ഒരു പെയിൻറ്റാണ് MRFൻ്റേത്. സോ ഏകദേശം 1.5 ലിറ്ററോളം നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ബായയുടെ പെയിൻ്റ് അടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്നും സിവിക്കിൻ്റെ അപ്ഡേഷൻസ് അറിയാൻ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സിവിക്കിനെ ഇഷ്ടപ്പെടുന്നവർക്കായി ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.